ഹലോ! എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ അതെന്താണപ്പോൾ അത് പതിവ് തെറ്റിച്ചിട്ടുള്ള വരവാണല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ അങ്ങനെ വിചാരിച്ചിട്ട് ഇതെന്ത് കുന്തോ ചെയ്തുകൊണ്ടിരിക്കണ ഈ അട്ടപ്പെട്ടി മുറിച്ച് മുറിച്ച് തള്ളുണ്ടല്ലോ, ഇവൾക്കെന്ത് വട്ടായോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ ചോറും കറിയും വെപ്പും അല്ലെങ്കിൽ വീട്ടിലെ പാത്രം കഴുകൽ, വെള്ളം കോരൽ അതൊന്നും അല്ല ട്ടാ. അപ്പോൾ എന്നും നിങ്ങൾ അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ട് 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 മടുപ്പ് പിടിച്ചിട്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ ട്ടാ. അല്ലെ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നും പറയാറുണ്ട് അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വീഡിയോസിൽ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസ് അപൂർവമാണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോസ്. എൻ്റെ ചാനലിൽ കാണുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഇങ്ങനത്തെ വീഡിയോസുകൾ കേട്ടോ. അപ്പോൾ നേരം വെളുത്തപ്പം തൊട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. വല്ലവിടെയും അട്ടപ്പെട്ടി ഉണ്ടോ അട്ടപ്പെട്ടി ഉണ്ടോ, കുറേ പേരിൻ്റെ അടുത്ത് ചോദിച്ചു, കൂട്ടുകാരികളുടെ അടുത്തൊക്കെ ചോദിച്ചു വീടുകളിൽ അട്ടപ്പെട്ടി എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ ആരുടെ വീട്ടിലും ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കുഴപ്പമില്ല, ഇനിയിപ്പം ഞാൻ കടയിൽ തന്നെ പോയിട്ട് വാങ്ങിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ രാവിലത്തെ വീട്ടിലെ പണികളൊക്കെ ഒരുങ്ങി അങ്ങനെ നേരെ ഉമ്മറത്തെ കടയുണ്ടല്ലോ അവിടെ പോയി ഒരു 2 അട്ടപ്പെട്ടി എടുത്തിട്ട് വന്നു. അവിടെ ആണെങ്കിൽ വെറുതെ കാലിയായി കിടക്കുകയാണ്. അപ്പം അതുവരെ പോകാനുള്ള ഒരു മടിയാണ്. ഒരു 10 മീറ്റർ 10 മീറ്ററും ഉണ്ടാവും എന്തോ അറിയില്ല. കുറച്ചേ ഉള്ളൂ കേട്ടോ. റോട്ടിൽ കയറിയ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ തന്നെയാണ് കട, തൊട്ടപ്പുറത്ത് തന്നെയാണ് കട. എന്നാലും പോകാനായിട്ട് മടിയാണ്. കടയിൽ പോയിട്ട് അങ്ങനെ ശീലമില്ലാത്തത് കൊണ്ടേ എപ്പോഴും ഇങ്ങനെ കടയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കൊല്ലണ പോലെയാണ്. എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ട് നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ നമ്മൾ മടിച്ചിരുന്നിട്ട് കാര്യമില്ല മക്കളെ എന്നും പറഞ്ഞ് അങ്ങനെ രാവിലെ തന്നെ നേരത്തെ പണികളൊക്കെ ഒതുക്കി. പണികൾ പറഞ്ഞാൽ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല കേട്ടോ. ഇന്ന് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഒരു 10-10:30 ആകുമ്പോഴാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് നിന്നത് കേട്ടോ. അങ്ങനെ ഓടിപ്പോയി കടയിൽ പോയി 2 അട്ടപ്പെട്ടിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഒരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഇറങ്ങിയിരിക്കുന്നത് ഈ പണിക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ പുൽക്കൂട് ചെറുപ്പത്തിൽ പോലും പുൽക്കൂട് ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കും, പക്ഷേ എന്നാലും നമ്മളല്ല, എനിക്ക് വീട്ടിൽ ആങ്ങളെയൊക്കെ ഉള്ളത് കൊണ്ട് അവൻ ഒരു 4 കാല് നാട്ടിയിട്ട് ഇതുപോലെ എന്തൊക്കെയൊക്കെ കൂട്ടുന്നു കാണാം. പക്ഷെ അത് നമ്മൾ അപ്പുറത്ത് തിരിയുമ്പോഴേക്കും ആ കാലൊടിഞ്ഞ് വീഴുകയാണ് പതിവ് കേട്ടോ. അവൻ്റെ പുൽക്കൂടും അല്ലെങ്കിൽ കളി വീടൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് എന്നും ഞങ്ങൾ പറഞ്ഞ് കളിയാക്കാറുണ്ട് ഇന്നും. ഉറപ്പില്ലാത്തൊരു ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പുൽക്കൂടൊന്നും ഉണ്ടാക്കി എനിക്ക് ശീലമില്ല. ഇത് ആദ്യമായിട്ടാണ് പുൽക്കൂട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണെന്നറിയില്ല, ഞാനിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വിചാരിച്ചു പുൽക്കൂട് ഉണ്ടാക്കിയാലോ എന്ന്. പിന്നെ വിചാരിച്ചു വേണ്ട, എന്തിനാ അറിയാത്ത പണിക്ക് നിൽക്കണമെന്ന് വിചാരിച്ചു. അപ്പം ഇത്രയും ദിവസം ഇന്നലെ വരെ എനിക്ക് ഈ ഒരു ഇത് വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, പുൽക്കൂട് വേണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ വീഡിയോസുകളൊക്കെ ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ എല്ലാവരും ക്രിസ്മസ് പർച്ചേസിങ്ങിന് അയ്യോ എനിക്ക് കിട്ടണമില്ല കേട്ടോ, വായിൽ വരുന്നില്ല. ക്രിസ്മസ് പർച്ചേസിങ്ങിന് പുൽക്കൂട് ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ വാങ്ങിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അപ്പം ഞാൻ വിചാരിക്കും, ഓ ഞാനൊക്കെ വെറും ഒരു പരാജയമാണല്ലോ, വീട്ടിലെന്നും ഈ എന്താണ് ചോറും കറിയും വെച്ചിട്ടുള്ള വീഡിയോസാണല്ലോ നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്ന് രണ്ടും കൽപ്പിച്ച് രാവിലെ തന്നെ ഞാൻ പറഞ്ഞു ഏട്ടനോട് എനിക്ക് 2 അട്ടപ്പെട്ടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ വേണമെങ്കിൽ പോയി കടയിൽ വാങ്ങിച്ചോ, എന്നെ കൊണ്ട് പറ്റില്ല, രാവിലെ തന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആൾ പോയിട്ടുണ്ടായിരുന്നു. ആരുടെയും സഹായം വേണ്ടാന്നും പറഞ്ഞിട്ട് ഞാനിന്ന് അതിനെ ഇറങ്ങി പുറപ്പെട്ടതാണ് കേട്ടോ. അങ്ങനെ 2 അട്ടപ്പെട്ടിയൊക്കെ എടുത്തിട്ട് വന്നു. എന്നിട്ടിതാ എങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയയും പിന്നെ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ 1-2 വീഡിയോസൊക്കെ കണ്ടപ്പോൾ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ നമ്മുടേതായിട്ടുള്ള ഐഡിയ വെച്ചും നമ്മൾ അതിൽ ചിലതൊന്നും നമുക്ക് പറ്റില്ല, പക്ഷേ നമ്മളെ കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു അട്ടപ്പെട്ടി എടുത്ത് അതിൻ്റെ 2 സൈഡും പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ചെയ്യണതൊക്കെ കണ്ടില്ലേ, കുറച്ച് സ്കെയിലൊക്കെ വെച്ച് വരഞ്ഞ് അതിങ്ങനെ എന്താണ് നമ്മുടെ ജനലൊക്കെ ഉണ്ടാക്കി അതിലുള്ള കഴികളൊക്കെ അതൊക്കെ അവർ വന്നിട്ട് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. നമ്മുടെ അവിടെ ഐസ്ക്രീമൊന്നും വാങ്ങിയിട്ട് കാലം കുറേയായി. അങ്ങനെ ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ അട്ടപ്പെട്ടിൻ്റെ ആ ഒരു സൈഡ് ഭാഗം തന്നെ കറക്റ്റായിട്ട് മുറിച്ച് അത്
സ്റ്റിക്കായി മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഫെവിക്കോളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ആ സൈഡിലൊരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ പേർത്തിയെടുത്ത് ആ ഒരു വര 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 കാണാനായിട്ട് അങ്ങനെ വെച്ചു കേട്ടോ. പിന്നെ മേൽക്കൂര വന്നിട്ട് എന്താണ് അട്ടപ്പെട്ടിൻ്റെ 2 എടുത്തിട്ട് അതിങ്ങനെ ഞാൻ ആദ്യം നമ്മൾ എന്താണ് ടേപ്പ് ഒട്ടിച്ചിട്ട് മടക്കി വെച്ചപ്പോൾ ടേപ്പ് 2ആയിട്ട് പൊളിഞ്ഞ് കയ്യോടെ വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ തുന്നി കൊടുക്കാമെന്ന് വിചാരിച്ചു. സൂചി നൂലും എടുത്തിട്ട് വന്നിട്ട് ഇരുന്ന് തുന്നൽ. നമുക്ക് തുന്നൽ പണിയാണല്ലോ. അപ്പോൾ തുന്നപ്പണി പഠിച്ചു വെച്ചാൽ പിന്നെ പണിയില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു പഴമൊഴിയുണ്ട്. അതിപ്പോൾ ശരിയാണെന്ന് എൻ്റെ കാര്യത്തിൽ അത് ശരിയാണെന്ന് തോന്നുന്നു കേട്ടോ. തുന്നപ്പണി പഠിച്ചിട്ട് കാര്യമില്ല, വെറുതെ ഇരിപ്പാണ്, പിന്നെ പണിയുമില്ല. യൂട്യൂബ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വീട്ടുകാര്യങ്ങളായിട്ട് പോവാണ്. അങ്ങനെ ഞാനിതാ എന്തായാലും എപ്പോഴെങ്കിലും നമ്മുടെ പഠിച്ച പണി മറക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതെന്തോ ആയിക്കോട്ടെ, അത് എൻ്റെ വായിന്ന് തവരി വന്നു കേട്ടോ. മറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പൊടി തട്ടിയെടുക്കണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൂചി നൂലൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് തുന്നി വെച്ചു കേട്ടോ. അല്ലാണ്ട് ഇത് ഒട്ടിച്ചാലൊന്നും നിൽക്കില്ല. പിക്കോളൊക്കെ വെച്ച് ഒട്ടിച്ചു നോക്കി പരാജയപ്പെട്ടു. അപ്പോൾ പിന്നെ ഞാൻ സൂചി നൂലും വെച്ച് അങ്ങനെ തുന്നി അടിപൊളിയാക്കി. നല്ല സെറ്റായി, ഉറപ്പായി. ഇനിയിപ്പോൾ മേൽക്കൂരയ്ക്ക് നമ്മൾ എന്താണ് ഓലയൊക്കെ മേയണ്ടേ അല്ലേ. ഓല മേയാനായിട്ട് ഞാനിതാ അവിടെ ഒരു നമ്മളെ ബ്രൗൺ കവർ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ തുണികളൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോൾ അത് ബ്രൗൺ കവറിലാണല്ലോ കിട്ടുന്നത്. അതിനങ്ങോട്ട് കട്ട് ചെയ്ത് ഇതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചാരുമോൾക്ക് സ്കൂൾ ഉണ്ടായിരുന്നു. അവളൊരു 11:30 ആകുമ്പോഴത്തേക്കും വന്നു കേട്ടോ. 11:45 ബസ്സിന് വന്നു. കാരണം ഇന്ന് അവരുടെ സ്കൂളിൽ ബിരിയാണി ഫെസ്റ്റിവലാണ്. അപ്പോൾ ബിരിയാണി വാങ്ങിക്കുക, കുട്ടികൾ വീട്ടിലേക്ക് വരിക, അതാണ് അവൻ്റെ ഇന്നത്തെ പരിപാടി കേട്ടോ. പരീക്ഷയ്ക്ക് ഇന്നലത്തോടെ കഴിഞ്ഞു. അപ്പോൾ അവൾ നേരത്തെ വന്നു. വരുമ്പോൾ 2 ബിരിയാണിയും കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത് പൈസയൊക്കെ കൊടുത്ത് ടോക്കനൊക്കെ എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കാര്യമായിട്ടുള്ള വെപ്പൊന്നുമില്ല, രാവിലത്തെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ പുൽക്കൂട്ടിൽ നിന്നു. ഉച്ചയ്ക്ക് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. 2 പേരും ഇരുന്ന് മൂക്കുമുട്ട കഴിക്കും. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഞാനിതാ കുറേയൊക്കെ ഞാൻ വെട്ടിയിട്ട് അതുപോലെ ഇങ്ങനെ ഓല പോലെ നീളത്തി കട്ട് ചെയ്ത് ചാരുമോൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവൾ അതേപോലെ എൻ്റെ കൂടെ ഇരുന്ന് സഹായിക്കുകയാണ്. വന്നപ്പോൾ തന്നെ അവൾക്കിട്ട് പണി കൊടുത്തു കേട്ടോ. വെറുതെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമ്മയും മക്കളും ഇരുന്നിട്ട് പണി ചെയ്താൽ വേഗം അത് കഴിയില്ല. അങ്ങനെ അത് എല്ലാം കട്ട് ചെയ്തിട്ട് അതുപോലെ നമ്മൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒട്ടിച്ചു കൊടുത്തിട്ട് കനം കൂട്ടി വെച്ചാൽ അത്രയും നന്നായിരിക്കും. പിന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു കവറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, വലിയൊരു കവറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നൈസായിട്ട് തന്നെ ചന്നത്തിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഫെവിക്കോളിലൊക്കെ വെച്ചിട്ട് നല്ല ഒട്ടിച്ച് നല്ല സെറ്റായിട്ട് വന്നു. എനിക്ക് ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത്രയും എനിക്കൊരു നന്നായിട്ട് വരും എന്ന് എനിക്ക് തോന്നിയേ ഇല്ല കേട്ടോ. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പുൽക്കൂട് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ മേലെ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് വന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് നാളെ വീഡിയോ ഇടണമല്ലോ എന്ന് പറഞ്ഞിട്ട് രാത്രി കുത്തിയിരുന്ന് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. വൈകുന്നേരത്തെ പണിയൊക്കെ ഏകദേശമൊക്കെ ഒരുങ്ങിയിട്ട് അപ്പോഴുണ്ട് മക്കൾ വന്നിട്ട് അമ്മ വിളിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ലച്ചട്ടിക്കുട്ടി വന്നിട്ട് അവിടെ നിന്ന് എന്നെ വിളിക്കുകയാണ് കേട്ടോ. പുൽക്കൂടിൽ അച്ഛൻ ലൈറ്റൊക്കെ ഇടുന്നുണ്ട്, അതൊന്ന് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ വോയിസ് ഓവർ കൊടുക്കാനിരുന്നത്. അങ്ങനെ എന്തായാലും നമ്മളെ ഈ ഒരു ഓലയൊക്കെ വെച്ച് മേഞ്ഞു കേട്ടോ. ഓലയൊക്കെ പുൽക്കൂടിൽ മേഞ്ഞു. പിന്നെ ഓലേൻ്റെ മേലെ നമ്മൾ ഇങ്ങനെ വടി വെച്ചിട്ട് നല്ലോണം സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പെര മേയുമ്പോഴൊക്കെ വെക്കില്ലേ, അതുപോലെ ഈർക്കലുണ്ടല്ലോ, അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അളവ് പോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാൻ നോക്കി. പക്ഷെ ഒട്ടുള്ള അത് ഒട്ടിയാലും നിൽക്കില്ല. അപ്പോൾ ഞാൻ രണ്ടവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചു കേട്ടോ. അതേ കളറിലുള്ള നൂല് ഉണ്ടായിരുന്നു, അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചു. അതേപോലെ രണ്ടെണ്ണമായിട്ട് ഇങ്ങനെ കണ്ടില്ലേ. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ചെയ്ത് കൊണ്ടിരിക്കണമെന്ന്. അങ്ങനെ നമ്മുടെ എൻ്റെ മേലെ നമ്മൾ ഈർക്കലൊക്കെ വെച്ച് അതൊന്ന് സെക്യൂർ ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ അപ്പുറത്തും അതേപോലെ വെക്കുക. എന്നിട്ട് അവസാനം ഈ അടിഭാഗത്തുള്ള തൊങ്ങി നിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതെല്ലാം ഒപ്പമായിട്ടൊന്ന് അളവിനനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ പേരമേച്ചൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളുടെ വീട്ടിലെ അടുക്കള പട്ടപ്പരയായിരുന്നു. ഓലയല്ല, പട്ട കൊണ്ടുള്ള പെരയായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾക്കതൊരു പണിയാണ് കേട്ടോ. എന്താ പറയുക, പട്ട കൊണ്ടുവരൽ, അതൊക്കെ ആലോചിക്കുമ്പോൾ വേനൽക്കാലം ആയാൽ മതിയാവും. കൊയ്ത്താവുമ്പോൾ കറ്റ കടത്താൻ പോകണം. ഓല മേയുന്ന സമയമാകുമ്പോൾ വീടൊക്കെ ഒന്ന് മേയുന്ന വീടല്ല, അടുക്കളയൊക്കെ മേയുന്ന സമയത്ത് അതിന് പട്ട കടത്താൻ പോകണം. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ എന്താ പറയുക, അന്നൊക്കെ കരച്ചിൽ വരും കേട്ടോ. ഇപ്പൊക്കെ അതൊക്കെ ഓർക്കുമ്പോൾ അയ്യോ അങ്ങനെ ഒരു കാലം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും.
അങ്ങനെ എന്തായാലും ഇതാ ഞാൻ ആ എക്സ്ട്രാ തൊങ്ങിക്കിടക്കുന്ന ആ ഒരു ഓലയൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്കിത് വേണമെങ്കിൽ ഇനിയിപ്പോൾ വൈക്കോലില്ലെങ്കിൽ നമുക്ക് പുൽക്കൂട്ടിൽ ഇത് തന്നെ ഇടാം കേട്ടോ. വൈക്കോലിൻ്റെ പകരം ഇട്ട് കൊടുക്കാം. അപ്പോൾ വൈക്കോൽ കിട്ടാത്ത നാട്ടിലൊന്നും അല്ലല്ലോ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ നമ്മൾ ചാണകം എടുത്തിട്ട് വരുന്ന വീട്ടിൽ പോയിട്ട് കുറച്ച് വൈക്കോൽ എടുത്തിട്ട് വരേണ്ട കാര്യമുള്ളൂ. നമ്മുടെ വീട്ടിലില്ലെങ്കിലും അവിടെ പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ വൈക്കോലിടാലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഈ പെരയിൽ മാത്രം ഞാനിങ്ങനെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി. അപ്പോൾ കാണാൻ തന്നെ നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. ഇത്തിരി ഫിനിഷിങ് പോരെയോ എന്ന് തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക്. പക്ഷേ ഇത് ചെറിയ അട്ടപ്പെട്ടി ആയതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ ആണ് വെച്ച് കെട്ടി എടുത്തത്, തുന്നി മടക്കി വെച്ച് ആ ഗ്യാപ്പുകളെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് വരുമ്പോഴേക്കും തന്നെ കയ്യിലും കാലിലൊക്കെ ഇട്ട് കുത്തി സൂചി. അത് വേറെ പ്രശ്നം. അപ്പോൾ എന്തായാലും ഇതാ അതുപോലെ എല്ലാം ചെയ്ത് വെച്ചു. പിന്നെ ഇതാ നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിൻ്റെ പകരം ഞാൻ നമ്മുടെ അട്ടപ്പെട്ടീൻ്റെ ഇത് തന്നെ കട്ട് ചെയ്ത് ഐസ്ക്രീം സ്റ്റിക്ക് പോലെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് നമ്മൾ ഇങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ സൈഡിൽ ഇങ്ങനെ വേലി പോലെയൊക്കെ ഉണ്ടാവുമല്ലോ, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഇങ്ങനെ നമ്മുടെ സൂപ്പർ ഗ്ലൂ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ സ്റ്റിക്ക് പോലെ അങ്ങനെ ഒട്ടിച്ചുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ നേരെ നിൽക്കാനായിട്ട് അതിൻ്റെ പുറകിൽ വടി വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയ ഈർക്കലുണ്ടല്ലോ, അത് വെച്ചിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പുൽക്കൂട് വെക്കുന്നത് തെർമോക്കോൾ ഉണ്ടല്ലോ അതിൻ്റെ മേലെയാണ് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ഈ ഒരു കോല് ഇങ്ങനെ കുത്തി വെച്ചാൽ മതി, അത് കറക്റ്റായിട്ട് നിന്നോളൂ. അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ വെച്ചാലും വീണ് പോകും, ഒട്ടിക്കാനൊന്നും പറ്റില്ല. തെർമോക്കോളിലൊന്നും ഇത് ഒട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വടി വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് ഉണങ്ങിയ ശേഷം നമുക്കതിങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. ഇപ്പോഴൊക്കെ റെഡിമെയ്ഡൊക്കെ കിട്ടും, റെഡിമെയ്ഡ് കിട്ടും, അത് കുഴപ്പമില്ല. അത് വാങ്ങി വെക്കുന്നവരുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഈ കഷ്ടപ്പാടിൻ്റെ ഫലം അവസാനമാകുമ്പോൾ ആ ഒരു ഭംഗിയും അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഭയങ്കര സന്തോഷമാകും കേട്ടോ. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതിന് അത് കാണുമ്പോൾ എന്തോ അറിയില്ല, എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നുന്നത്, എനിക്കറിയില്ല കേട്ടോ. നമ്മൾ എന്തൊരു പണിയാണെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ പണിയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു അവസാനം നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നല്ല റിസൾട്ടാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ ഞാൻ അന്ന് അടുപ്പുണ്ടാക്കിയല്ലോ, എല്ലാവർക്കും ഇഷ്ടമായി. ഇവിടെ തൊഴിലുറപ്പ് പണിക്ക് വന്നവർക്കും എല്ലാവരും പറഞ്ഞു കേട്ടോ, നല്ല അടുപ്പാണ്, നന്നായിട്ടുണ്ടായിരുന്നു, കാണാൻ നന്നായിട്ടുണ്ട്, നിനക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ ഞാൻ സ്റ്റിക്കൊക്കെ വെച്ച് അങ്ങനെ ഒട്ടിച്ച് വെച്ചു. പിന്നെ നമ്മുടെ പുൽക്കൂടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് മണലൊക്കെ വിരിക്കണ്ടേ. ഏതോ കാലത്ത് വീടൊക്കെ ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞു എന്നും പറഞ്ഞിട്ട് തേക്കാൻ വേണ്ടിയിട്ട് പുഴയിൽ നിന്ന് എടുത്തിട്ട് വന്ന മണലാണ് കേട്ടോ. കുറച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇടുമ്പോൾ നല്ല എന്താ പറയുക, കാണാൻ നല്ല രസമായിരിക്കും അല്ലേ. അപ്പം ഞാൻ ആ മണലൊക്കെ എടുത്തിട്ട് വന്ന് അരിച്ചെടുത്ത് നല്ല അടിപൊളിയാക്കി നല്ല പട്ട് പോലത്തെ മണലാക്കി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പിള്ളേർ ചിട്ടിക്കുട്ടി വന്നു. പിന്നെ ഏട്ടൻ നേരത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഏട്ടൻ വന്നു. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ ഫോട്ടോ എടുത്ത് ഏട്ടനെ അയച്ചു വിട്ടപ്പോൾ ആൾ വരുന്ന സമയത്ത് പുൽക്കൂടിൽ വെക്കാനുള്ള ഞാൻ സിമ്പിളായിട്ടാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വെക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ബുക്കിലൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് വെക്കാം, അതായത് ചിലവ് കുറച്ചിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഏട്ടൻ പുൽക്കൂട് കണ്ടപ്പോൾ പിന്നെ ആൾ സെറ്റായിട്ട് നമ്മുടെ അതിനകത്ത് വെക്കുന്ന ഉണ്ണിയേശുവും അതിൻ്റെ ടീമുകളുണ്ടല്ലോ അവൻ്റെ എല്ലാം കൂടെ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ അതിൽ ഇടുന്ന മാല, ബൾബ്, അങ്ങനെ എല്ലാം അങ്ങോട്ട് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആയപ്പോൾ നമ്മുടെ പുൽക്കൂട് നല്ല ഗംഭീരമായി എന്ന് വേണമെങ്കിൽ പറയാം. സിമ്പിളായിട്ട് തുടങ്ങി നല്ല ഗ്രാൻഡായിട്ട് അവസാനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ ഞാനിത് ആ പുൽക്കൂടൊക്കെ നമ്മുടെ തെർമോക്കോളിൽ ഞാൻ പുൽക്കൂട് വെച്ചിട്ട് അവിടെ മൊത്തം അങ്ങോട്ട് മണലിട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ആ വഴിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ കുത്തി കൊടുത്ത് പിന്നെ നമ്മൾ തെർമോക്കോളിനെ നന്നായിട്ട് അങ്ങോട്ട് എടുത്തിട്ട് നല്ലവണ്ണം ചെറുതാക്കിയിട്ട് മഞ്ഞ് തുള്ളി പോലെയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറേ ചെടിയും തുപ്പൊക്കെ കൊണ്ടുവച്ചിട്ട് ട്രീ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പച്ചല ചെടികളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെ നട്ട് കൊടുത്തു. പിന്നെ ഓരോരോ ഇതിനെയും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് എവിടെയൊക്കെ വെക്കുന്ന സ്ഥാനങ്ങളൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ജീന ചേച്ചി ഉണ്ടല്ലോ, ജീന ചേച്ചിനെ വിളിച്ച് ചോദിച്ച്. അപ്പോൾ ജീന ചേച്ചി പറഞ്ഞു ഉണ്ണിയേശുവിന് ഇന്ന് വെക്കേണ്ട, അത് 25-ാം തീയതി വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ ടീമുകളിലേക്ക് അത് അകത്തൊക്കെ ആരൊക്കെയാണ് വെക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ പറഞ്ഞു തന്നു.
അങ്ങനെ അതൊക്കെ വെച്ചു കൂട്ടാ ഞാൻ. ഇനിയിപ്പോൾ എന്തായാലും ഉണ്ണിയേശുവിന് നമ്മൾ 25-ാം തീയതിയെ വെക്കുകയുള്ളൂ കേട്ടോ. ഡെലിവറിക്കായിട്ട് ഇവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ 25-ാം തീയതിയെ ഉണ്ണിയേശു വരുള്ളൂ. അതുവരെ അങ്ങനെ നമ്മുടെ ഈ ഒരു ഇത് പുൽക്കൂട് അങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ചിട്ടിക്കുട്ടി ഇന്ന് അവൻ്റെ സ്കൂളിൽ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടെ നിന്ന് കുറച്ച് സ്റ്റാറുകളുണ്ടല്ലോ ഉമ്മർത്ത് തൂക്കിയതൊക്കെ അവൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അതാ ഈ ഒരു വൈറ്റ് കളറ് എന്താണ് ട്രീ, അതൊക്കെ അവൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എന്തോ ഭാഗ്യത്തിന് എല്ലാം കൂടെ ഒത്തു വന്ന് കിട്ടി. പിന്നെ ആ കളർ സ്റ്റോണൊക്കെ നമ്മുടെ ഗപ്പിയല്ല അമ്മേൻ്റെ മിക്കി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ബൗള്, അതിലുണ്ടായിരുന്നു. മിക്കി ചത്തുപോയപ്പോൾ ഞാൻ ആ ബൗളിലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കളർ കല്ലൊക്കെ ഉള്ളത് കൊണ്ട് അതും കൂടെ വെച്ചു. സാധാരണ കല്ല് ഞാൻ വെച്ചതായിരുന്നു, പിന്നെ മറന്നുപോയി. പിന്നെ ചിട്ടിക്കുട്ടി പിന്നെ അത് എവിടെ നോക്കിയോ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് അതിന് കിട്ടിയപ്പോൾ കളർ കല്ലും വെച്ചപ്പോൾ നല്ല കളർഫുള്ളായി. ഇത് കണ്ടില്ലേ, മാല പോലത്തെ സംഭവങ്ങളൊക്കെ ഏട്ടൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ സ്റ്റാറൊക്കെ ചിട്ടി കൊണ്ടുവന്നു. പിന്നെ ആട്ടും കുഞ്ഞുങ്ങളും ആടും കുഞ്ഞുങ്ങളും ഇടയന്മാരും എല്ലാം ആയിട്ട് അങ്ങനെ വെച്ചു. ഇതാ കണ്ടില്ലേ, നമ്മുടെ ജനലൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടമായിട്ട് ഉണ്ടായിരുന്നത്. ജെല്ലി കൂടെ അതിൻ്റെ അകത്തുള്ളത് എല്ലാ സംഭവങ്ങളും കാണുന്നുണ്ട്. മഞ്ഞുതുള്ളിയിൽ നമ്മുടെ ബദലേഹേം നല്ല അടിപൊളിയായിട്ട് എൻ്റെ കുഞ്ഞ് ബുദ്ധിയിൽ ഉദിച്ച ആ ഒരു കുഞ്ഞ് പുൽക്കൂടാണ് കേട്ടോ. എന്തായാലും ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. കുറ്റവും കുറവുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ എന്തായാലും എനിക്കിഷ്ടമായിട്ടാണ് ഇത്. ഫിനിഷിങ് നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ വെറ്റിലക്കൊടി വെച്ചിട്ടുണ്ടല്ലോ, അവിടെയാണ് കേട്ടോ വെക്കുന്നത്. സ്റ്റാർ അപ്പുറത്താണ് തൂക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മാല ബൾബൊക്കെ ഇടുമ്പോൾ ഈ ഒരു പച്ച ഇലകളുടെ നമ്മൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ട്രീ ഒന്നും ഇല്ലല്ലോ. ഇതിൻ്റെ ഇടയിൽ കൂടി ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ മാല ബൾബും കൂടി ഇട്ടപ്പോൾ നമ്മുടെ പുൽക്കൂടിൻ്റെ ആ ഒരു ഭംഗി ഒന്നുകൂടെ കൂടിയിട്ടാണ്. നല്ല ഭംഗിയുണ്ട് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ഇത്രയും നേരം കണ്ട പുൽക്കൂടും ആ ഒരു ഇതൊന്നും അല്ല അല്ലേ, ലൈറ്റ് ഇട്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പം ഞാൻ എന്നെ കൊണ്ട് ഇത്രയും പറ്റുമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ എന്താ, നമ്മൾ ഉണ്ടാക്കി പരിചയമൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കി നമുക്ക് മനസ്സിലൊരു ഐഡിയ ഒക്കെ വരുമല്ലോ. ആ ഒരു ഐഡിയയിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. കുറച്ച് യൂട്യൂബൊന്നും പിന്നെ നമ്മുടെ കുറച്ച് കുഞ്ഞു ബുദ്ധിയിൽ വെച്ച കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടെ അങ്ങനെ വെച്ച് എല്ലാം കൂടെ അങ്ങനെ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായില്ലേ. അപ്പോൾ എന്തായാലും മേക്കിംഗ് ഇൻ ദ മാൻ പെർഫെക്റ്റ് എന്ന് പറയണ പോലെ തന്നെ നമ്മളെല്ലാം അറിഞ്ഞിട്ടല്ലല്ലോ വരുന്നത്. എല്ലാം ഇങ്ങനെ ചെയ്താവുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ എന്ത് കാര്യമാണെങ്കിലും നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും അല്ലേ. എന്നാൽ പിന്നെ പുൽക്കൂട് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ആരും മടിച്ചു കുത്തിരിക്കേണ്ട. ഇനിയും 2 ദിവസമുണ്ട്. വേഗം തന്നെ 2 അട്ടപ്പട്ടിയും ഇത്തിരി ഫെവിക്കോളും ഒരു കത്രിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കട്ടെ. ഇതിന് വലിയ ചിലവൊന്നും ആയിട്ടില്ല. ഞാൻ പുൽക്കൂട് ഉണ്ടാക്കുന്നതിന് ഒരു ചിലവുമില്ല. നമ്മൾ ഈ മാല ബൾബ് വാങ്ങിച്ചതിൻ്റെയും ഈ ഉണ്ണിയേശും ഇതൊക്കെ വാങ്ങിയില്ല, അതിൻ്റെ മാത്രമേ പൈസ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പുൽക്കൂട് നല്ല കിടിലനായിട്ടില്ലേ. അപ്പോൾ എന്തായാലും നല്ല ഫിനിഷിങ് ആയപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കാണാനായിട്ട് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. നേരിട്ട് കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ.